ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം എൻ വിജയകുമാർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരികയാണ്. വി എസ് അനു ഉണ്ട് വിശദാംശങ്ങളുമായി. അനു, അറസ്റ്റ് എങ്ങനെയാണ്? മറ്റു വിശദാംശങ്ങൾ കൂട്ടിച്ചേർക്കാമോ? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു. ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള എൻ വിജയകുമാറാണ് അറസ്റ്റിലായിരിക്കുന്നത്. വി എസ് അനു ഉണ്ട്. അനു, പറയൂ, എങ്ങനെയാണ് അറസ്റ്റിന്റെ മറ്റു വിശദാംശങ്ങൾ? അനു, പറയൂ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള എൻ വിജയകുമാർ കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എവിടെയാണ് അറസ്റ്റ് നടന്നിരിക്കുന്നത്? മറ്റു വിശദാംശങ്ങളടക്കം പുറത്തേക്ക് എത്തേണ്ടതുണ്ട്. വി എസ് അനുവിലേക്ക് ഉടൻ എത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള വിജയകുമാർ അറസ്റ്റിലായിരിക്കുന്നു. അനു, പറയൂ വിശദാംശങ്ങൾ. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ വന്നിരിക്കുന്ന അടുത്ത അറസ്റ്റ് കൂടി എത്തുകയാണ്. മുൻ ദേവസ്വം ബോർഡ് അംഗമായിട്ടുള്ള വിജയകുമാറാണ് ഒടുവിലായി അറസ്റ്റിലായിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സുപ്രധാനമായൊരു വാർത്തയാണ് വരുന്നത്. മുൻ ദേവസ്വം ബോർഡ് അംഗമായ വിജയകുമാറിനെ SIT അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഹൈക്കോടതി നേരത്തെ ഇവരെ അറസ്റ്റ് ചെയ്യാത്തത് സംബന്ധിച്ച്, അതായത് ദേവസ്വം ബോർഡ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തത് സംബന്ധിച്ച് വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. കൂട്ടുത്തരവാദിത്വം ബോർഡ് അംഗങ്ങൾക്കുണ്ടായിരുന്നു. അതിനുശേഷവും ബോർഡ് അംഗങ്ങളിലേക്ക് അന്വേഷണം നീണ്ടില്ല. SITയുടെ അന്വേഷണത്തിൽ അപാകതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ SIT ഇത്തരത്തിലുള്ള അറസ്റ്റിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ഇതോടൊപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇതിൽ സമാന്തരമായ ഒരു അന്വേഷണം നടത്തുന്ന സാഹചര്യത്തിലാണ് SITയുടെ നിർണായകമായ നീക്കം. രണ്ടുപേരെ, അതായത് ബോർഡ് അംഗങ്ങളായ ജയചന്ദ്രൻ അതോടൊപ്പം തന്നെ വിജയകുമാർ, ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യാത്തത് എന്ത്, അല്ലെങ്കിൽ ഇവരിലേക്ക് അന്വേഷണം നീളാത്തത് എന്ത് എന്ന ചോദ്യമായിരുന്നു ഹൈക്കോടതി ഉന്നയിച്ചിരുന്നത്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. ഒരു കൂട്ടുത്തരവാദിത്തമായിരുന്നു ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അനു കൂടി ചേരുകയാണ്. അനു, പറയൂ, ഈ അറസ്റ്റിന്റെ വിശദാംശങ്ങൾ. എവിടെ വെച്ചായിരുന്നു അറസ്റ്റ്? മറ്റ് വിശദമായ വിവരങ്ങൾ. സംഗീത, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡ് ഒരു മുൻ അംഗത്തിൻ്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നു. അഡ്വക്കേറ്റ് എൻ വിജയകുമാറിൻ്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ M പത്മകുമാർ ബോർഡ് പ്രസിഡന്റായിരുന്ന ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു എൻ വിജയകുമാർ. നേരത്തെ 2 തവണയാണ് പ്രത്യേക സംഘം വിജയകുമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴിയെടുത്തത്. അതേസമയം പ്രധാനമായും ഈ പറയുന്ന അന്ന് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് ഈ മിനിറ്റ്സിൽ എങ്ങനെയാണ് ഈ തിരുത്തലുകൾ ഉണ്ടായത് എന്ന് അടക്കമുള്ള ചോദ്യമാണ് വിജയകുമാറിനോട് അടക്കം ചോദിച്ചത്. അപ്പോൾ വിജയകുമാർ അടക്കം നൽകിയിരുന്ന മറുപടി, ഇത് താൻ ഒപ്പിടുമ്പോൾ, ഈ മിനിറ്റ്സിൽ ഒപ്പിടുമ്പോൾ അന്ന് വെട്ടിത്തിരുത്തൽ ഇല്ലായിരുന്നു എന്നുള്ള മൊഴിയാണ് ആദ്യഘട്ടത്തിൽ പ്രത്യേക സംഘത്തിന് നൽകിയിരുന്നത്. പക്ഷേ പിന്നീട് ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ ഈ പത്മകുമാറിനൊപ്പം എന്തുകൊണ്ട് വിജയകുമാറിനെയും KP ശങ്കർദാസിനെയും പ്രതിയെ ചേർക്കുന്നില്ല, അറസ്റ്റ് ചെയ്യുന്നില്ല എന്നടക്കമുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. തുടർന്ന് ഇവരോട് വീണ്ടും ചോദ്യം ചെയ്യൽ ഹാജരാക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി. ഇതിൽ KP ശങ്കർദാസിന് കുറച്ചു കാലമായി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം സ്വകാര്യ ആശുപത്രിയിൽ ഹൃദയ സംബന്ധമായ രോഗം കാരണം ചികിത്സയും തേടിയിട്ടുണ്ട്. ഏതായിരുന്നാലും അതിൽ ഒരാളായ എൻ വിജയകുമാർ, അദ്ദേഹം അഡ്വക്കേറ്റ് എൻ വിജയകുമാർ, അന്നത്തെ ദേവസ്വം ബോർഡ് അംഗം, ആ ബോർഡ് അംഗത്തിൻ്റെ അറസ്റ്റാണ് ഇന്നിപ്പോൾ ഈഞ്ചക്കൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നടത്തിയിരിക്കുന്നത്.
സംഗീത. അനു, ഇക്കാര്യത്തിൽ വീണ്ടും ഒരു അറസ്റ്റിലേക്ക് കൂടി കാര്യങ്ങൾ വരുമ്പോൾ അത് മുമ്പ് തന്നെ പ്രതീക്ഷിച്ചതാണ്. എന്തുകൊണ്ട് ഇത്രയധികം വൈകുന്നു അറസ്റ്റ് എന്നുള്ളത് ഹൈക്കോടതി അധികം ചോദിച്ച കാര്യവുമാണ്. ഇപ്പോൾ വിജയകുമാർ തന്റെ അറസ്റ്റിലേക്ക് കടക്കുമ്പോൾ SIT കരുതുന്ന കാര്യങ്ങൾ, വിജയകുമാറിലൂടെ എന്തൊക്കെ നീക്കങ്ങളാണ് ഇനി മുന്നോട്ടേക്ക് സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ളതാണ് SIT കരുതുന്ന കാര്യം. ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പുറത്തേക്കെത്തുന്ന മറ്റ് വിശദാംശങ്ങൾ കൂടി അനു. സംഗീതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണം വളരെ വേഗത്തിൽ നടക്കുന്നു. പക്ഷേ ഈ അന്വേഷണത്തിൽ പ്രധാനമായും കണ്ടെത്തേണ്ടത് എന്താണ്? അത് ശബരിമലയിൽ നിന്നും മോഷണം ചെയ്ത സ്വർണ്ണമാണ്. ആ സ്വർണം ഇതുവരെയും കൃത്യമായി കണ്ടെത്താൻ വേണ്ടി അന്വേഷണ സംഘത്തിന് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ ഏതെങ്കിലും തരത്തിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. ഇപ്പോൾ നോക്കും, ഇന്ന് തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ പങ്കജ് ഭണ്ഡാരിയുടെയും അതുകൂടാതെ തന്നെ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി കസ്റ്റഡി അപേക്ഷ നൽകി. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് കേസ് നടക്കുന്നതെങ്കിലും വിജിലൻസ് കോടതി നാളെ വരെ അവധിയായതിനാൽ ഇന്നിപ്പോൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ സ്വർണം അല്ലെങ്കിൽ ആരാണ് കൊണ്ടുപോയത്, ആരൊക്കെയാണ് ഇതിന് പങ്ക് പറ്റിയതെന്ന് അടക്കമുള്ള വിശദാംശങ്ങൾ കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിൻ്റെ ഒരു നീക്കമുള്ളത്. അതിനിടയിലാണ് വിജയകുമാറിൻ്റെ അറസ്റ്റിലേക്ക് കൂടി അന്വേഷണ സംഘം നീങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റുകളിൽ ഒന്ന്, അതായത് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന ഒരാളുടെ അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് തന്നെയാണ് ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും അനു, ഈ വിജയകുമാറിലേക്ക് വരികയാണെങ്കിൽ വിജയകുമാറിൽ നിന്ന് ആദ്യഘട്ട മൊഴിയെടുപ്പിലൂടെയൊക്കെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? SIT എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം എന്തെല്ലാമാണ്? ഈ വിജയകുമാറിന്റെ അറസ്റ്റ് ഇത്രത്തോളം വൈകുന്ന സാഹചര്യത്തിൽ അതിരൂക്ഷ വിമർശനമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പോലും അറസ്റ്റ് ഈ ഘട്ടത്തിലാണ് രേഖപ്പെടുത്തുന്നത്. ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വിജയകുമാറിൽ മേൽ ചുറ്റപ്പെടുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? A പത്മകുമാറിന്റെ കാലയളവിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് കാര്യങ്ങൾ കൂടുതലായി വിരൽ ചൂണ്ടപ്പെടും വിജയകുമാറിലൂടെ തന്നെ എന്നുള്ളത് പ്രതീക്ഷിക്കാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ. സംഗീതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിജയകുമാറിനെ വിശദമായി അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലൊന്നും അങ്ങനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയൊന്നും ചെയ്തിരുന്നില്ല. വിജയകുമാറിൻ്റെ മൊഴി 2 തവണയാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ അന്വേഷണ സംഘം പ്രധാനമായും ചോദിച്ചത് അന്ന് പത്മകുമാർ തിരുത്തി എന്ന് പറയുന്ന, കട്ടിളപ്പാളികൾ കൊടുത്തുവിടുമ്പോൾ തിരുത്തി എന്ന് പറയുന്ന മിനിറ്റ്സിൻ്റെ രേഖയാണ്. അതിൽ ഈ തിരുത്തലുകൾ ഉള്ളപ്പോൾ അല്ലെങ്കിൽ തിരുത്തിയതിന് ശേഷമാണോ താങ്കളടക്കമുള്ള അംഗങ്ങൾ ഒപ്പിട്ടത് എന്നുള്ള ചോദ്യമാണ് വിജയകുമാറിനോട് അന്ന് ചോദിച്ചത്. പക്ഷേ വിജയകുമാർ പറഞ്ഞത് താൻ മിനിറ്റ്സിൽ ഒപ്പിടുമ്പോൾ, അതായത് സാധാരണ ഒരു യോഗം കഴിഞ്ഞ് പിന്നീട് ഇത് മിനിറ്റ്സിൽ ഇത് പൂർണ്ണമായും എഴുതി തയ്യാറാക്കി അത് പിന്നീട് അടുത്ത ആഴ്ചയായിരിക്കും സ്വാഭാവികമായും മിനിറ്റ്സിൽ ഒപ്പിടുക. അപ്പോൾ ആ ഘട്ടത്തിൽ താൻ ഒപ്പിടുമ്പോൾ കഴിഞ്ഞ തവണത്തെ മിനിറ്റ്സിൽ ഒരു വെട്ടിത്തിരുത്തലും ഇല്ലായിരുന്നു എന്നുള്ള മൊഴിയാണ് വിജയകുമാർ നൽകിയിരുന്നത്. പക്ഷേ അതിനുശേഷം അപ്പോൾ ഒരു വെട്ടിത്തിരുത്തൽ ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാകാം എന്നുള്ളതാണ് വിജയകുമാറും KP ശങ്കർദാസ് നൽകിയിരിക്കുന്ന മൊഴി. അതായത് ഇരുവരും വിരൽ ചൂണ്ടിയത് പത്മകുമാർ എന്ന് പറയുന്ന അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിലേക്ക് മാത്രമായിരുന്നു. പക്ഷേ ഹൈക്കോടതി ചോദിച്ചത് എന്തുകൊണ്ടാണ് ഈ കട്ടിളപ്പാളി മോഷണം പോയ കേസിൽ 8ാം പ്രതിയായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയാണ് വെച്ചിരുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഭരണസമിതി എന്ന് പറയുമ്പോൾ അത് പത്മകുമാർ മാത്രമല്ല, അന്നത്തെ 2 അംഗങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതിയാണ്. കൂട്ടുത്തരവാദിത്തം ഇക്കാര്യത്തിലുണ്ട്. പത്മകുമാർ കഴിഞ്ഞ 2 തവണ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ ബാധിച്ചത് ദേവസ്വം ബോർഡിൻ്റെ ഒരു തീരുമാനം അത് കൂട്ടുത്തരവാദിത്തത്തിൽ വരുന്ന ഒന്നാണ്. അതിൽ ഏതെങ്കിലും ഒരാൾക്ക് അത് എടുക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് താൻ തെറ്റുകാരനാണെങ്കിൽ ഇവരും തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം താൻ ഈ തെറ്റ് ചെയ്തിട്ടില്ല. ശബരിമലയിൽ നിന്നും അങ്ങനെ യാതൊരു തരത്തിലും എന്തെങ്കിലും മോഷ്ടിക്കണമെന്ന ലക്ഷ്യം തനിക്കില്ല. ഇത് ഉദ്യോഗസ്ഥർ തയ്യാറാക്കി തന്ന മിനിറ്റ്സിൽ അല്ലെങ്കിൽ നോട്ട്സിൽ അതിൽ ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതിൽ ഒപ്പിടുക മാത്രമാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഏതായിരുന്നാലും ഇതിൽ വളരെ നിർണായകമായ ഒരു അറസ്റ്റിലേക്ക് കൂടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. സംഗീത അനു, ഇക്കാര്യത്തിൽ ഈ KP ശങ്കർദാസുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതിനുള്ള ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ ഉണ്ടോ? മാത്രമല്ല ഈ അറസ്റ്റിൽ ഇനി അങ്ങോട്ടുള്ള നടപടിക്രമങ്ങൾ ഏത് വിധേനയായിരിക്കും? സംഗീത KP ശങ്കർദാസിൻ്റെ അറസ്റ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികളും കുറച്ചുകൂടി വൈകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഒന്ന്, അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന്, ആരോഗ്യ പ്രശ്നങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അദ്ദേഹം വീണ്ടും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല സുപ്രീം കോടതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അക്കാര്യത്തിലൊരു തീരുമാനം വന്നതിന് ശേഷമാകും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക്
അന്വേഷണ സംഘം നീങ്ങുക. അതുകൊണ്ട് KP ശങ്കർദാസിൻ്റെ അറസ്റ്റ് ഉടനുണ്ടാകും എന്ന് നമുക്ക് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ വേണ്ടി കഴിയില്ല. ഏതായാലും വിജയകുമാറിൻ്റെ അറസ്റ്റ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറസ്റ്റുകളിൽ ഒന്നായി നമുക്ക് വിലയിരുത്താം. അതായത് 2019 ദേവസ്വം ബോർഡ് മുഴുവൻ കുറ്റക്കാരാണെന്ന് പ്രത്യേക സംഘം കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പത്മകുമാറിന് പിന്നാലെ വിജയകുമാർ കൂടി ഇപ്പോൾ അറസ്റ്റിലായി വരുമ്പോൾ സ്വാഭാവികമായും ഈ അറസ്റ്റൊക്കെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അന്നത്തെ സർക്കാരിലേക്കാണ്, അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രിക്കും അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർക്കാരിലേക്കും കൂടുതൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ സംശയങ്ങളൊന്നും നീട്ടാൻ, കാരണം ഈ ബോർഡ് മുഴുവൻ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപാടോ മോശമാണോ എന്നുള്ള സംശയം പൊതുസമൂഹത്തിൽ ഉയർത്താൻ വരാൻ വേണ്ടി ഇപ്പോൾ ഈ അറസ്റ്റും കൂടെ ഒരു കാരണമായി എന്ന് വിലയിരുത്താം. തീർച്ചയായും മനു, അതിലേക്ക് തന്നെയാണ് വരുന്നത്. സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ മുഴുവൻ ആളുകൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത് 2019 കാലയളവിൽ. ഇനി അങ്ങോട്ട് മുൻപ് തന്നെ ഉണ്ടായിരുന്നു കടകംപള്ളി സുരേന്ദ്രനിലേക്കടക്കം അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചേരും എന്നുള്ള നിഗമനമൊക്കെ ഒരു ഘട്ടത്തിൽ വന്നിരുന്നതാണ്. പക്ഷേ പിന്നീട് അതിൽ ഒരു നീക്കുപോക്കൊന്നും ഉണ്ടാകുന്നത് കണ്ടില്ല. ഇനി അങ്ങോട്ട് SITയുടെ നീക്കം ഏത് നിലയ്ക്കായിരിക്കുമെന്നാണ് അനു മനസ്സിലാക്കേണ്ടത്? സംഗീത, ഈ വിഷയത്തിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതുകൂടാതെ തന്നെ കോൺഗ്രസ് CPM BJP നേതാക്കളൊക്കെ തന്നെ രാഷ്ട്രീയമായ അദ്ദേഹത്തിനെതിരെ ഉന്നം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പേര് പറഞ്ഞുകൊണ്ടും ഒക്കെ വലിയ വിമർശനങ്ങൾ നടത്തിയെങ്കിൽ കൂടി നിലവിൽ നമുക്ക് മനസ്സിലാകുന്ന പ്രകാരം ഏതെങ്കിലും ഒരാളുടെ മൊഴി ഇപ്പോൾ അന്ന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഹൈക്കോടതി ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അവിടെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് ഈ ഇടപാടിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്നുള്ള മൊഴിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രേഖയോ തെളിവോ നിലവിൽ ഇതുവരെയും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി അല്ലെങ്കിൽ അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം കടകംപള്ളിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ, അത് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ആ വിമർശനം ഉന്നയിക്കുകയും അതിപ്പോൾ ഈ മാനനഷ്ട കേസ് കോടതിയിൽ നടക്കുകയും ചെയ്യുകയാണ്. മാത്രമല്ല മറ്റ് BJP നേതാക്കൾ രാജീവ് ചന്ദ്രശേഖരൻ ആയിക്കോട്ടെ, K സുരേന്ദ്രൻ ആയിക്കോട്ടെ, അല്ല മറ്റ് BJP നേതാക്കളൊക്കെ തന്നെ K സുരേന്ദ്രൻ ഇത് അറിയാം എന്നുള്ള വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ ഇനി അതിന് ഒന്നുകൂടി ബലം നൽകുന്നതാണ് ഇപ്പോൾ ഈ മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിന്റെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന കൂടി ചേരുകയാണ്. ഷപ്ന, ഇതിനകത്ത് ഹൈക്കോടതിയുടെ ഇടപെടൽ അല്ലെങ്കിൽ പരാമർശങ്ങൾ വലിയ രീതിയിൽ പ്രാധാന്യം അർഹിച്ചിട്ടുണ്ട്. അത് ആ നിലയ്ക്ക് തന്നെ ആദ്യഘട്ടം മുതൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും ഹൈക്കോടതി ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറസ്റ്റ് എന്തുകൊണ്ട് വൈകിപ്പിക്കുന്നു എന്നതടക്കം ഹൈക്കോടതി ചോദിച്ചതുമാണ്. അതിലെത്രത്തോളം നിർണായകമായിട്ടുണ്ട് ഹൈക്കോടതി ഇടപെടൽ? അതിനെ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പുരോഗമിച്ചതിന് ശേഷമാണ് SIT ഇത് വലിയ തോതിൽ അന്വേഷണം നടത്തുകയും പ്രതികളെ പിടികൂടുകയും ഒക്കെ ചെയ്തത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബെഞ്ചായിരുന്നു SITയെ രൂപീകരിക്കുകയും അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തത്. പിന്നീട് ഈ ഇടക്കാല റിപ്പോർട്ടുകൾ കോടതിക്ക് കൈമാറണമെന്ന് നിർദ്ദേശിക്കുകയും ഇതനുസരിച്ച് കോടതി ദേവസ്വം ബെഞ്ച് ഇത് പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ N വാസുവിൻ്റെ അടക്കമുള്ള ജാമ്യാപേക്ഷ മറ്റൊരു ബെഞ്ചിൽ, ഹൈക്കോടതിയുടെ മറ്റൊരു ബെഞ്ചിൽ എത്തിയിരുന്നു. ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിൽ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ദേവസ്വം പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ എന്തുകൊണ്ട് ദേവസ്വം അംഗങ്ങളെ അറസ്റ്റ് ചെയ്യുന്നില്ല, അവരിലേക്ക് അന്വേഷണം നീങ്ങുന്നില്ല എന്ന ചോദ്യം കോടതി ഉന്നയിച്ചത്. KP ശങ്കർദാസിനെയും N വിജയകുമാർ ഇവർ രണ്ടുപേരും ദേവസ്വം ബോർഡ് 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്നു. ഇതിൽ കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ജയിലിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ അംഗങ്ങൾക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ലാത്തത്, അല്ലെങ്കിൽ അതിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം നീളുന്നില്ല എന്ന ചോദ്യമായിരുന്നു കോടതി ചോദിച്ചത്. ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റി സ്വർണം പൂശുന്നതിനായി കൊടുത്തയക്കുകയും പിന്നീട് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തത് 2019 ദേവസ്വം ബോർഡിൻ്റെ കാലയളവിലാണ്. ഈ 2019 പ്രസിഡന്റ് പത്മകുമാർ ആയിരിക്കും. പത്മകുമാറിന് ഇതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് അറസ്റ്റ് ചെയ്യുന്നു, നിയമ നടപടി സ്വീകരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇതിലെ അംഗങ്ങളായിരുന്ന ആളുകൾക്ക്, അതായത് ഈ പത്മകുമാർ തന്നെ ജാമ്യാപേക്ഷയിൽ അടക്കം
അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്, ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഒരു കൂട്ടുത്തരവാദിത്തമാണ് എന്ന രീതിയിൽ. എന്നിട്ടും എന്താണ് ഇവരിലേക്ക് അന്വേഷണം നീങ്ങാത്തത് എന്ന ചോദ്യമായിരുന്നു ആ ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരം കിട്ടിയിരിക്കുകയാണ്. എന്താണെങ്കിലും എൻ വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. VS അനുവും ഷപ്നയുമാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.